കണ്ടിട്ടുള്ളതിൽ ആദ്യത്തെ തൊഴിലാളി ആരാണെന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ, അതെൻ്റെ അമ്മയാണ് എന്നാണ്. തൊഴിലിൻ്റെ മഹത്വം ആദ്യം പറഞ്ഞു തന്ന, ആദ്യം കാണിച്ചു തന്ന, തൊഴിൽ ആദ്യമായി നമ്മളെ കാണിച്ചു തന്ന ആ വ്യക്തിത്വം അത് അമ്മയാണ്. വൈകുന്നേരങ്ങളിൽ ക്ഷീണിതനായിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ വിയർപ്പ് പറ്റിയ നെഞ്ചിലേക്ക് മക്കളെ ചേർത്ത് പിടിക്കുന്ന അച്ഛനെയും പിന്നീട് കാണാം. അവിടെ നിന്നും വിയർപ്പിൻ്റെ ഗന്ധവും വിയർപ്പിൻ്റെ രുചിയും നാം മനസ്സിലാക്കുന്നു. തൊഴിലിൻ്റെ മഹത്വത്തിൻ്റെ രണ്ടാമത്തെ പാഠം, കരുത്തായും കാവലായും സംരക്ഷകനായും മാറുന്ന അച്ഛൻ പകരുന്ന പാഠം. അതെ, തൊഴിലിൻ്റെ ഗന്ധവും തൊഴിലിൻ്റെ രുചിയും നാമും ഒരുപാട് അനുഭവങ്ങളിലൂടെ അറിഞ്ഞിട്ടുണ്ട്. കാലം ഒരുപാട് കടന്നുപോയപ്പോൾ നാം ഓരോരുത്തരും ഓരോ തൊഴിലിടങ്ങൾ തേടി, തൊഴിലിടങ്ങളെ സ്നേഹിക്കുവാൻ തുടങ്ങി, തൊഴിലിൻ്റെ മഹത്വം തിരിച്ചറിയുവാൻ തുടങ്ങി. തൊഴിൽ ഏതായാലും ഏർപ്പെടുന്ന തൊഴിലിൽ നന്മയുണ്ടെങ്കിൽ ആ തൊഴിലിൻ്റെ പേര് എൻ്റെ ജോലി ഇതാണ് എന്ന് ഉറക്കെ പറയുവാനുള്ളൊരു തൻ്റെ ഇടം നമുക്കുണ്ടാകട്ടെ. എൻ്റെ അച്ഛൻ്റെ ജോലി ഇതായിരുന്നു, എൻ്റെ അമ്മയുടെ ജോലി ഇതായിരുന്നു. അങ്ങനെ ഏർപ്പെടുന്ന തൊഴിൽ ഏതാണെങ്കിലും ആ തൊഴിലിൽ നന്മയുണ്ടെങ്കിൽ അത് ഉറക്കെ വിളിച്ചു പറയുവാനുള്ളൊരു തൻ്റെ ഇടം നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ. തൊഴിലിടത്തെ സ്നേഹിക്കുവാനും തൊഴിലിനെ സ്നേഹിക്കുവാനും നമുക്ക് സാധിക്കട്ടെ. തൊഴിലിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞുകൊണ്ട് യാത്ര തുടരുവാൻ നമുക്ക് സാധിക്കട്ടെ. അവകാശങ്ങൾ, അർഹിക്കുന്ന അവകാശങ്ങൾ അർഹിക്കുന്നവരിലേക്ക് എത്തിക്കുവാനും ശബ്ദമുയർത്തുന്നവരുടെ ശബ്ദം തിരിച്ചറിഞ്ഞുകൊണ്ട് നീതിക്ക് വേണ്ടി കേഴുന്ന ജനതയുടെ ആ ഒരു കരച്ചിൽ കാതിൽ വന്നലയ്ക്കുമ്പോൾ അവർക്ക് വേണ്ടി പോരാടുവാനും, നന്മയുടെ അർഹിക്കുന്ന അവകാശങ്ങളാണെങ്കിൽ അവയ്ക്ക് വേണ്ടി പോരാടുവാനും നേടിയെടുക്കുവാനുമുള്ള ഒരു പോരാട്ട വീര്യവും നമുക്കുണ്ടാകട്ടെ. തൊഴിലിൽ നേടിയെടുക്കേണ്ട അവകാശങ്ങൾ അല്ലെങ്കിൽ ലഭിക്കേണ്ട അവകാശങ്ങൾ ലഭിക്കുന്ന നല്ല നാളുകൾ തേടിയെത്തട്ടെ. തൊഴിലിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞുകൊണ്ട് അപരൻ്റെ തൊഴിലിനെ ബഹുമാനിക്കുവാനും നമുക്ക് സാധിക്കട്ടെ. നല്ലൊരു ദിനം കാത്തിരിക്കുന്നു, ആസ്വദിക്കാം നമുക്ക്. നേരുന്നു ശുഭദിനം.